ഡൽഹി മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മയ്ക്കാണ് മുൻതൂക്കം കൽപ്പിക്കുന്നത്. തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് സൂചന. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശരത്ത്, അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയതോടുകൂടി തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ആദ്യ ചോയ്സായി പർവേഷ് വർമ്മ എത്തുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണോ BJP കേന്ദ്ര നേതൃത്വവും അംഗീകരിക്കുന്നത്? എന്താണ് പുറത്തുവരുന്ന സൂചനകൾ? ലക്ഷ്മി വർമ്മ ഇന്നലെ പർവേഷ് വർമ്മ BJP അഖിലേന്ത്യാ അധ്യക്ഷൻ JP നദ്ദയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. 1 മണിക്കൂറോളം JP നദ്ദയുടെ വസതിയിൽ വെച്ചായിരുന്നു ചർച്ച. എന്നാൽ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ പർവേഷ് വർമ്മ യാതൊരുവിധ പ്രതികരണത്തിനും തയ്യാറല്ല. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും, പാർട്ടി തീരുമാനം താൻ അംഗീകരിക്കും എന്ന ഒരേ ഒരു വാചകമാണ് ചർച്ചയ്ക്ക് ശേഷം പർവേഷ് വർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് ഫ്രാൻസിലേക്കും അത് കഴിഞ്ഞ് അമേരിക്കയിലേക്കും പോവുകയാണ്. 13-ാം തീയതിക്ക് ശേഷം 14-ന് രാവിലെ മാത്രമേ പ്രധാനമന്ത്രി തിരിച്ച് ഇന്ത്യയിലെത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കുമോ പ്രഖ്യാപനം എന്ന കാര്യത്തിൽ ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ഏതായാലും പ്രധാനമന്ത്രി വന്ന ശേഷം 15-ന് ശേഷം അല്ലെങ്കിൽ 15-നോ 15-ന് ശേഷവുമായിരിക്കും സത്യപ്രതിജ്ഞ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുമ്പേ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും. നിയമസഭാ കക്ഷി യോഗം വിളിക്കണം. ആ യോഗത്തിൽ പർവേഷ് വർമ്മയെ തന്നെ നിയമകക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെടും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും പർവേഷ് വർമ്മയുടെ പേര് മാത്രമാണ് പരിഗണിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം BJPയെ സംബന്ധിച്ചോളം അപ്രതീക്ഷിത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് BJP കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളും നൽകിയിരിക്കുന്നത്. ഒന്ന് ഒറീസയിലായാലും ശരി, മധ്യപ്രദേശിലായാലും ശരി, രാജസ്ഥാനിലും ശരി അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പോൾ പർവേഷ് വർമ്മക്കാണ് മുൻതൂക്കം. അതുമാതിരിയല്ല, അദ്ദേഹത്തിന്റെ ജാട്ട് നേതാവായ സാക്ഷി ശർമ്മയുടെ മകനാണ്. നേരത്തെ MP ആയിരുന്നു, മഹറോളി മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ അംഗമായിട്ടുണ്ട്. തുടങ്ങിയ യുവത്വമുള്ള വ്യക്തിയാണ്. തുടങ്ങിയ ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാവിധ ഗുണങ്ങളും അല്ലെങ്കിൽ സാധ്യതകളും അതുകൊണ്ട് തന്നെ പർവേഷ് ശർമ്മക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാലും ഇന്നലെ JP നദ്ദയുമായി നടത്തിയ ചർച്ചയ്ക്ക് തുടർന്ന് പോലീസ് ശരി, പലപ്പോഴും പ്രവചനങ്ങളെ BJP കേന്ദ്ര നേതൃത്വം അസ്ഥാനത്താക്കാറുണ്ട്. എങ്കിൽ പോലും ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ വീരപരിവേഷമുള്ള പർവേഷ് വർമ്മയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും എന്നുള്ള ഒരു സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ.